ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ജയനാരായണ ഗുരുപ്രിയേ ശിവഗിരീശ്വരി ശാരദേ ചതുരാസ്യാക്ഷി ശരചന്ദ്രമരീചികേ. എല്ലാവർക്കും നമസ്കാരം. ലോകമെമ്പാടുമുള്ള ശ്രീനാരായണീയർ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ തിരു അവതാര ആഘോഷ തയ്യാറെടുപ്പിലാണ്. അതായത് ചിങ്ങം 1 മുതൽ കന്നി 9 വരെ എല്ലാ ശ്രീനാരായണീയരും വ്രതാനുഷ്ഠാന കാലമായി അനുഷ്ഠിക്കുന്നു. അതോടൊപ്പം തന്നെ ലോകത്തെല്ലാ മലയാളികളും തിരുവോണ ആഘോഷ തയ്യാറെടുപ്പിലും കൂടിയാണ് അല്ലേ. എല്ലാ മലയാളികളുടെയും മനസ്സിൽ തിരുവോണത്തെ വരവേൽക്കുക എന്നുള്ള ഒരു ചിന്തയോടുകൂടി എല്ലാവരും ഓട്ടത്തിലാണ്. ആ ഒരു ഓട്ടത്തിനിടയ്ക്ക് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ, ഭഗവാൻ എന്തുകൊണ്ട് ഈ തിരുവോണം നാളിൽ അവതരിക്കാതെ ചതയ നക്ഷത്രത്തിൽ വന്ന് അവതരിച്ചു എന്ന്? അവിടെ നമുക്ക് ഭഗവാന്റെ അനുകമ്പാമൂർത്തിയായ ഭഗവാന്റെ ഈ ഒരു ചിന്തയായിരിക്കാം. എന്താണ്? ലോകമെമ്പാടുമുള്ള മലയാളികളുടെ വലിയൊരാഘോഷമാണ് തിരുവോണം. അതിനൊരു തടസ്സം വരാതിരിക്കാനാവാം ഭഗവാൻ തിരുവോണവും കഴിഞ്ഞ് അതിൻ്റെ ക്ഷീണം തീർന്ന് അവിട്ടവും കഴിഞ്ഞ് ചതയ നക്ഷത്രത്തിൽ വന്ന് അവതരിച്ചത്. അത് ഭഗവാന്റെ അനുകമ്പയാണ്, കാരുണ്യമാണ് അല്ലേ. കാരണം ഒരു അവതാരത്തിന് മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. എപ്പോൾ എവിടെ ഏത് അച്ഛനമ്മമാരുടെ മകനായി ജനിക്കണം അല്ലെങ്കിൽ അവതരിക്കണം എന്ന് ഒരു അവതാരത്തിന് മാത്രമേ തീരുമാനമെടുക്കാൻ സാധിക്കുള്ളൂ. അതിൽ നിന്ന് തന്നെ ഭഗവാൻ അവതാരമാണെന്ന് നമുക്കറിയാം. എങ്കിലും ഇപ്പോൾ നമ്മുടെ ആളുകളുടെ ഇടയിൽ എന്താണ്, ഭഗവാൻ അവതാരമാണോ, ഈശ്വരനാണോ, ഗുരുവാണോ എന്ന സംശയം പലരിലും കുടികൊള്ളുന്നുണ്ട്. എന്തായിരിക്കും അതിന് കാരണം? ഭഗവാൻ ഒരു സാധാരണ കുടുംബത്തിൽ സാധാരണ ആളുകളുടെ ഇടയിൽ ഒരു സാധാരണ മനുഷ്യനെ പോലെ ജീവിച്ചത് കൊണ്ടാവാം ഭഗവാനെക്കുറിച്ച് അങ്ങനെ ഒരു ചിന്ത വന്നത്. അപ്പം നമ്മൾ ആലോചിക്കണം, ഭഗവാൻ ശ്രീകൃഷ്ണൻ എവിടെയാണ് അവതരിച്ചത്? ഒരു കാരാഗ്രഹത്തിലാണ്. അവിടെ തൻ്റെ അച്ഛനമ്മമാർക്ക് വളർത്താനുള്ള സാഹചര്യമില്ലായിരുന്നു. വളർത്തച്ഛനും വളർത്തമ്മയും വളർത്തേണ്ടി വന്നു. അതുപോലെ കുട്ടിക്കാലത്ത് വെണ്ണക്കട്ട് കഴിക്കേണ്ടി വന്നു. വെണ്ണക്കട്ട് കഴിച്ചതോ അതിനുശേഷം അമ്മ ഉരലിൽ കെട്ടിയിട്ട്, അമ്മ കുഞ്ഞിനെ അല്ലെങ്കിൽ ശ്രീകൃഷ്ണനെ ഉരലിൽ കെട്ടിയിട്ട് തല്ലിയ കഥകളൊക്കെ നമുക്കറിയാം. അതുപോലെ സന്ദീപിനി ആശ്രമത്തിൽ പോയാണ് വിദ്യകളെല്ലാം അഭ്യസിച്ചത്. അർജുനൻ്റെ തേരാളിയായി വന്നു. ഇതൊക്കെ ഒരു ഭഗവാൻ ചെയ്യേണ്ട കാര്യങ്ങളാണോ എന്ന് നമ്മൾ ആലോചിക്കണം. അതുപോലെ ശ്രീരാമൻ്റെ കാര്യം എടുത്തു. ഇപ്പം എല്ലാവരും രാമായണ മാസത്തിൽ രാമായണം മുഴുവൻ വായിച്ച് കഥകളെല്ലാം അറിഞ്ഞിരിക്കുന്ന ഒരു സമയം കൂടിയാണ് അല്ലേ. രാമൻ്റെ അവസ്ഥ എന്താണ്? സീതയെ രാവണൻ വന്ന് തട്ടിക്കൊണ്ടുപോയി. ഭഗവാനായ രാമൻ്റെ അടുത്ത് നിന്നാണ് സീതയെ തട്ടിക്കൊണ്ടുപോയത്. ആ സീതയെ വീണ്ടെടുക്കാനായിട്ട് വാനരപ്പടയുടെ സഹായം തേടേണ്ടി വന്നു. അതുപോലെ ലങ്കയിൽ രാവണൻ്റെ കോട്ടയിൽ കഴിഞ്ഞ സീതയെ ഉപേക്ഷിക്കേണ്ടി വന്നു. ഇതൊക്കെ രാമന് ചെയ്യേണ്ടിയിരുന്നോ എന്ന് നമ്മൾ ആലോചിക്കണം അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെയൊന്നും ചിന്തിക്കാത്തത് കൊണ്ടാവാം ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനും ഈ ഒരു പരമ്പരയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ, ശ്രീരാമൻ, ശ്രീബുദ്ധൻ, ശ്രീ ശങ്കരാചാര്യർ അല്ലേ, അതിന് ശേഷം വന്ന് അവതരിച്ച ശ്രീനാരായണ ഭഗവാനാണ്, അവതാരമൂർത്തിയാണ് എന്ന് അത് ചിന്തിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവണം. അപ്പോൾ അങ്ങനെ ഭഗവാൻ അവതാരമൂർത്തിയാണ് എന്ന് ചിന്തിക്കുന്നതിന് അല്ലെങ്കിൽ അങ്ങനെ കരുതുന്നതിന് നമുക്ക് ചരിത്രമുണ്ട് അല്ലേ. ചരിത്രം എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കറിയാം, രാമായണവും മഹാഭാരതവും ഒക്കെ രാമായണം വ്യാസൻ ചമച്ചതാണ്, രാമായണം വാൽമീകി ചമച്ചതെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയതാണ് അല്ലേ, കഥയായിട്ട് മെനഞ്ഞെടുത്തതാണ്. പക്ഷെ ഭഗവാന്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ അത് ഭഗവാനോടൊപ്പം ഉണ്ടായിരുന്ന സന്യസ്ത ഗൃഹസ്ഥ ശിഷ്യന്മാരുടെ തൻ്റെ അനുഭവ കഥകളാണ് ചരിത്രങ്ങളായിട്ട് നമുക്ക് വേണ്ടി എഴുതി വച്ചിരിക്കുന്നത്. ഈ അടുത്ത കാലത്ത് വരെ ഭഗവാനെ നേരിൽ ദർശിച്ച ആളുകൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു
അല്ലേ? ഇപ്പോഴും 1-2 പേരുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അങ്ങനെ വർഷങ്ങൾ, അതായത് വെറും 169 170 വർഷങ്ങളെ ആയിട്ടുള്ളൂ നമ്മുടെ ഭാരതത്തിൽ ഭഗവാൻ അവതരിച്ചത്, നമ്മുടെ കേരളത്തിൽ ഒരു അവർണ കുലത്തിൽ വന്ന് അവതരിച്ചത്, അല്ലേ? കൃഷ്ണൻ യാദവ കുലത്തിലല്ലേ അവതരിച്ചത്. അപ്പം എന്തുകൊണ്ട് നമുക്ക് ഭഗവാനെ ഒരു അവതാരമായിട്ട് കാണാൻ സാധിക്കുന്നില്ല? എന്നാൽ ഭഗവാന്റെ അവതാരമൂർത്തിയെ, ആ അവതാരം ഏതാണെന്ന് ദർശിച്ച ഭഗവാന്റെ ശിഷ്യനാണ് ശിവലിംഗദാസ സ്വാമികൾ, ഭഗവാന്റെ സന്യസ്ത ശിഷ്യനായ ശിവലിംഗദാസ സ്വാമികൾ. നമുക്കറിയാം, ശിവലിംഗദാസ സ്വാമി അന്ന് തൻ്റെ 18ാമത്തെ വയസ്സിലാണ് ഭഗവാനെ കാണുന്നത്. അരുവിപ്പുറത്ത് തപസ് അനുഷ്ഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് പുല്ല് വെട്ടാൻ പോയ ശിവലിംഗദാസ സ്വാമി, അന്ന് അയ്യപ്പൻ പിള്ള, കൊച്ചപ്പിപ്പിള്ളയായിരുന്നു, അയ്യപ്പൻ പിള്ളയല്ല, കൊച്ചപ്പിപ്പിള്ളയായ ഒരു സവർണ സമുദായത്തിൽ പിറന്ന കൊച്ചപ്പിപ്പിള്ള ഭഗവാനെ കാണുകയും ഭഗവാൻ തനിക്ക് വിശക്കുന്നതിന് എന്തെങ്കിലും കൊണ്ട് തരുമോ എന്ന് ചോദിച്ചപ്പോൾ കപ്പ ചുട്ടുകൊണ്ട് കൊടുക്കുകയും അത് ഭക്ഷിക്കുകയും ചെയ്തു ഭഗവാൻ, അല്ലേ? അങ്ങനെ എല്ലാ ദിവസവും ഭഗവാന് ഭക്ഷണവുമായി ഈ കൊച്ചപ്പിപ്പിള്ള പോകുമായിരുന്നു. ഭഗവാൻ കഴിച്ചതിൻ്റെ ബാക്കി കഴിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഭഗവാന്റെ ഉച്ഛിഷ്ടം കഴിച്ചതിൻ്റെ പേരിൽ, അതായത് ഒരു അവർണനായ അല്ലെങ്കിൽ ഈഴവ കുലത്തിൽ അവതരിച്ച ഭഗവാന്റെ, അല്ലെങ്കിൽ അങ്ങനെ ഭഗവാനാണെന്ന് ആളുകൾ വിശ്വസിക്കുന്നില്ലല്ലോ ആ സമയത്ത്. അപ്പം അങ്ങനെ ഭഗവാന്റെ ഈഴവൻ്റെ ഉച്ഛിഷ്ടം ഭക്ഷിച്ചതിൻ്റെ പേരിൽ സവർണനായ തന്നെ തൻ്റെ വീട്ടിൽ നിന്നും പടിയടച്ച് പിണ്ടം വയ്ക്കുകയുണ്ടായി. അങ്ങനെ പടിയടച്ച് പിണ്ടം വെച്ചതിന് ശേഷം ശ്രീനാരായണ ഗുരുദേവൻ ആ കൊച്ചപ്പിപ്പിള്ളയെ 2 കൈയും നീട്ടി സ്വീകരിച്ച് തൻ്റെ സന്യസ്ത ശിഷ്യനെ, തൻ്റെ ആദ്യ ശിഷ്യനായിട്ട് ശിവലിംഗദാസ സ്വാമി എന്ന പേരിൽ ആ സന്യാസി ദീക്ഷ കൊടുക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ കൊടുത്തതിന് ശേഷം നോക്കിക്കേ, ആ സവർണ കുലത്തിൽപ്പെട്ട കൊച്ചപ്പിപ്പിള്ളയെ ശിവലിംഗദാസ സ്വാമിയാക്കി മാറ്റുകയും അതോടൊപ്പം തന്നെ തൻ്റെ യഥാർത്ഥ സ്വരൂപം, തൻ്റെ ഈശ്വരീയ സ്വരൂപം, തൻ്റെ ശിവസ്വരൂപം ശിവലിംഗദാസ സ്വാമിക്ക് കാട്ടിക്കൊടുത്തു. അതിൻ്റെ ഫലമായിട്ടാണല്ലോ ശിവലിംഗദാസ സ്വാമി എന്തെഴുതിയത്? ഓം നമഃ ശിവായ എന്ന അഷ്ടാക്ഷരി മന്ത്രത്തിൽ തുടങ്ങുന്ന ഗുരുഷട്കം എന്ന മന്ത്രം നമുക്കായി എഴുതി വെച്ചിട്ടുണ്ട്, ഏറ്റവും വലിയ തെളിവായിട്ട്. അതിൽ പറയുന്നത് എന്താണ്? ഓം ബ്രഹ്മണേ മൂർത്തിമതേ എന്നാണ് പറയുന്നത്. ഓം എന്നാൽ എന്താണ്? നമുക്കറിയാം, ബ്രഹ്മത്തിനൊരു രൂപമുണ്ടെങ്കിൽ അതെന്താണ്? അല്ലെങ്കിൽ ഈശ്വരനെ ഒരു രൂപത്തിൽ നമുക്ക് കാണണമെങ്കിൽ അതെന്താണ്? അത് ഓം എന്നാണ്. ഇനി എന്താണ് ബ്രഹ്മം? ബ്രഹ്മം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ അകവും പുറവും നിറഞ്ഞിരിക്കുന്ന, എന്നാൽ നമ്മളുടെ 10 ഇന്ദ്രിയങ്ങളുണ്ട്. ഈ 10 ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് ഗ്രഹിക്കാൻ കഴിയാത്ത ഏതൊരു തത്വമാണോ അതാണ് ബ്രഹ്മം. ഇനി ബ്രഹ്മണേ മൂർത്തിമതേ എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? മൂർത്തം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കാൻ കഴിയുന്നത് എന്താണോ അതിനെയാണ് മൂർത്തി അല്ലെങ്കിൽ മൂർത്തം എന്ന് പറയുന്നത്. ഇങ്ങനെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കാൻ കഴിയാത്ത ബ്രഹ്മം ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കാൻ കഴിയുന്ന ഒരു മൂർത്തി രൂപത്തെ സ്വീകരിച്ചതാണ് അവതാരം എന്ന് പറയുന്നത്, അല്ലേ? സാക്ഷാൽ ബ്രഹ്മം ഇവിടെ ഒരു മനുഷ്യരൂപത്തിൽ അവതരിച്ചിരിക്കുന്നതാണ്. അതാണല്ലോ CF ആൻഡ്രൂസ് എന്ന ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെട്ട CF ആൻഡ്രൂസ് പറഞ്ഞത്, ഞാൻ ഈശ്വരനെ മനുഷ്യരൂപത്തിൽ കണ്ടു എന്ന്. അതുപോലെ തന്നെയാണ് ശിവലിംഗദാസ സ്വാമി ഭഗവാനെ ശിവസ്വരൂപത്തിൽ ദർശിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് ഓം ബ്രഹ്മണേ മൂർത്തിമതേ എന്ന് ഭഗവാന് വേണ്ടിയിട്ട് ശിവലിംഗദാസ സ്വാമി ഈ മന്ത്രം എഴുതി വെച്ചത്. അത് നമ്മൾക്ക് ഏറ്റവും വലിയ തെളിവാണ്, അവതാരമാണ്, സാക്ഷാൽ ബ്രഹ്മം തന്നെയാണ് ഇവിടെ അവതരിച്ചതെന്നുള്ളതിന് ഇനി മറ്റൊരു തെളിവ് നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെയാണ് നാരായണമൂർത്തി ഗുരു നാരായണമൂർത്തേ എന്ന് ആര് പാടി? കുമാരനാശാനും പാടിയത്, അല്ലേ? അവിടെ ഗുരു നാരായണമൂർത്തി. അപ്പോൾ ഇവിടെ അവതാരമാണെന്ന് മനസ്സിലായി, ഈശ്വരീയ സ്വരൂപമാണെന്ന് മനസ്സിലായി. ഇനി ഇതേണ്ട അടുത്തത് ഭഗവാൻ ഗുരുവാണെന്ന് പറയുന്നു. ആരാണ്? കുമാരനാശാൻ തന്നെയാണ് പറയുന്നത്. ഭഗവാന്റെ ഗൃഹസ്ഥ ശിഷ്യനായ കുമാരനാശാൻ പറയുകയാണ്, എന്താണ്? ഗുരു നാരായണമൂർത്തി. എന്നിട്ട് പറയുകയാണ്, എന്താണ്? ആരായുകിൽ അന്ധത്വമൊഴിച്ച് ആദിമഹസി നേരാം വഴി കാട്ടും ഗുരു അല്ലോ പരദൈവം. ഇവിടെ രണ്ടും പറഞ്ഞു, ഗുരുവാണ് പരദൈവമാണെന്നും പറഞ്ഞു. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? നേരാം വഴി കാട്ടും,
എങ്ങോട്ടേക്കുള്ള വഴിയാണെന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഇത് തന്നെ ഭഗവാൻ ഗദ്യപ്രാർത്ഥനയിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ബുദ്ധിയെ തെളിയിച്ച് നല്ല വഴിയെ കൊണ്ടുപോകുമോ എന്ന്. അവിടെയും ഒരു വഴിയെക്കുറിച്ച് പറയുന്നുണ്ട്. ആ വഴി ഏതായിരിക്കും? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഏതായിരിക്കും? കുമാരനാശാനും ഭഗവാനും പറഞ്ഞ ഈ വഴി ഏതാണെന്ന്. നമ്മളൊക്കെ എവിടെ നിന്നാണ് വന്നതെന്ന് ആലോചിക്കണം. അപ്പോൾ അല്ലേ, എങ്ങോട്ടേക്കാണ് നമ്മൾ പോകേണ്ടതെന്ന് ആലോചിക്കണം. നമുക്ക് വന്ന വഴി മറന്നാലും പോകേണ്ട വഴി നമ്മൾ അറിഞ്ഞേ പറ്റൂ അല്ലേ. നമുക്കിപ്പോൾ ഒരു യാത്ര, ഹിമാലയത്തിലേക്ക് ഒരു യാത്ര നമുക്ക് പോകണം. നമ്മൾ പോകണമെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് ഇതുവരെ പോകാത്ത സ്ഥലമാണ്. ഇപ്പോഴത്തെ കാലത്ത് നമ്മുടെ ഹൈടെക് ടെക്നോളജിയൊക്കെ വന്നപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഗൂഗിൾ മാപ്പിട്ട് പോകാം അല്ലേ. ഗൂഗിൾ മാപ്പിട്ട് പോയാൽ ചിലപ്പോൾ തോട്ടിലും ചെന്ന് കിടക്കും. അപ്പോൾ ഹൈടെക്കിന് പോലും ഇന്ന് നമ്മളെ സഹായിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ അബദ്ധത്തിൽ ചെന്ന് നമ്മൾ ചാടും എന്നൊരവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ഈ മഹാഗുരുവിൻ്റെ, അല്ലെങ്കിൽ ഈ ഒരു നേരായ വഴി കാട്ടിത്തരാനായിട്ട് ഈ മഹാഗുരുവിൻ്റെ ആശ്രയത്തിൽ നമ്മൾ പോകേണ്ടി വരും അല്ലേ. പോകേണ്ടി വരും എന്നല്ല, പോകണം. അതായത് ഏതാണ് ആ വഴി? ആ വഴി ഏതാണെന്ന് നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ നമ്മളുടെ, അല്ലെങ്കിൽ നമ്മളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കണം. നമ്മൾ എവിടെ നിന്ന് വന്നു, എങ്ങോട്ടേക്കാണ് നമ്മൾ പോകേണ്ടത് എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ വഴി ഏതാണെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. എവിടെ നിന്നാണ് നമ്മൾ വന്നത്? പരമാത്മാവിൽ നിന്നും ഉണ്ടായി അതിൽ തന്നെ ലയിക്കുന്നതുമാകുന്നു. അപ്പം മനസ്സിലായല്ലോ നമ്മൾ എവിടെ നിന്നാണ് വന്നത്, എങ്ങോട്ടേക്കാണ് പോകേണ്ടത്. പക്ഷെ നമ്മൾ ഇതുവരെയും നമ്മൾ പോയോ? ഇല്ല. നമുക്ക് വഴികാട്ടിയായ ഒരു ഗുരുവിൻ്റെ ആശ്രയത്തിൽ എപ്പോഴാണോ നമ്മൾ ചെല്ലുന്നത്, യഥാർത്ഥ വഴി എപ്പോഴാണോ നമുക്ക് കിട്ടുന്നത്, അപ്പോൾ മാത്രമേ നമുക്ക് ഈ പരമാത്മാവിലേക്ക് ലയിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനുള്ള വഴി കാട്ടിയാണ് ആര്? ഗുരു അല്ലേ. ഗുരു ആരാണ്? ഗുരുർ ബ്രഹ്മ, ഗുരുർ വിഷ്ണു, ഗുരുർ ദേവോ മഹേശ്വര എന്നല്ലേ നമ്മൾ പാടുന്നത്. അതായത് സൃഷ്ടി സ്ഥിതി സംഹാര തത്വം തന്നെയാണ് ആര്? ഗുരു. അതിനു മുകളിലാണ് ഗുരുവിൻ്റെ സ്ഥാനം. ആദി ഗുരുവായ ശിവൻ തന്നെ അല്ലേ, അത് തന്നെയാണ് നമ്മുടെ മഹാഗുരു. ആ ഒരു വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ നേരായ വഴി കാട്ടാൻ. അതാണ് ആരായുകിൽ അന്ധത്വം ഒഴിക്കും. നമ്മളിലൊരു അന്ധത്വമുണ്ട് അല്ലേ. നമ്മളെല്ലാം അന്ധന്മാരാണ്, വഴി കാണാത്ത അന്ധന്മാരായിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആ വഴി നമുക്ക് അറിയണമെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ നമുക്കറിയാം, ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. പക്ഷെ നമ്മൾ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സംഭവങ്ങൾ സംഭവിക്കുന്നുണ്ട് അല്ലേ. ചിലതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ, ചിലതൊക്കെ അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കുന്നു അല്ലേ. ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കാത്തത് നടക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട്. പക്ഷെ നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ഉറപ്പായിട്ടും സംഭവിക്കുമെന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അതെന്താണ്? അതാണ് മരണം അല്ലേ. അതിന് ഒരു തർക്കവും വേണ്ട. ഉറപ്പായിട്ടും നമ്മുടെ ജീവിതത്തിൽ മരണം സംഭവിച്ചിരിക്കും. അതുപോലെ നമ്മൾ ഏറ്റവും ഭയപ്പെടുന്നതും ഈ മരണത്തെ തന്നെയാണ് അല്ലേ. മരണം എന്ന ആ ഒരു ശക്തിയെ നമ്മൾ അതിയായി ഭയപ്പെടുന്നുണ്ട്. ശരിക്കും എന്താണ് മരണം? അതറിഞ്ഞാൽ നമ്മുടെ ഭയം കുറച്ചൊക്കെ കുറയും. അതായത് നമുക്കറിയാം, നമ്മുടെ ശരീരം എന്ന് പറയുന്നത് 3 തരത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. സ്ഥൂലം, സൂക്ഷ്മം, കാരണം അല്ലേ. ഇതിൽ സ്ഥൂല ശരീരത്തെ നമുക്ക് നല്ല പരിചയമാണ്. നമ്മളീ കാണുന്ന നമ്മളുടെ ഈ സ്ഥൂല ശരീരം, നമ്മളതിനെ നന്നായിട്ട് പരിപാലിക്കുന്നുണ്ട്, പരിപോഷിക്കുന്നുണ്ട് അല്ലേ. പക്ഷെ നമ്മുടെ സൂക്ഷ്മ ശരീരം എന്താണ്? അതിനെക്കുറിച്ച് നമുക്കൊരറിവില്ല. ഇപ്പം നമ്മൾ പറയാറില്ലേ, മരിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം കൊണ്ടുപോകുന്നുണ്ടോ അല്ലേ, എന്തെങ്കിലും നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ടോ എന്ന് ചോദിക്കും. ശരിക്കും നമ്മൾ ശരിയാണ്, നമ്മുടെ ഈ സ്ഥൂല ശരീരം കൊണ്ട് സമ്പാദിച്ചതൊന്നും നമ്മൾ കൊണ്ടുപോകുന്നില്ല. പക്ഷെ നമ്മുടെ സൂക്ഷ്മ ശരീരം എന്താണത്? നമ്മളുടെ മനസ്സ്, ബുദ്ധി, ചിത്തം അല്ലേ, ഈ അന്ധക്കരണം എന്ന് പറയുന്നതിന്, ഇവ സ്ഥിതി ചെയ്യുന്ന ഒരു ശരീരം കൂടി നമുക്കുണ്ട്. നമുക്കറിയാം, നമ്മുടെ ശരീരം പ്രവർത്തിക്കണമെങ്കിൽ ഇതിൻ്റെ പിന്നിലൊരു ശക്തിയുണ്ട്, ഒരു ഊർജമുണ്ട്, ഒരു പവറുണ്ട്. അതിനെയാണ് നമ്മൾ കാരണം എന്ന് വിളിക്കുന്നത്. കാരണ ശരീരം എന്നാണ് ഭഗവാൻ അതിന് പേരിട്ടത് അല്ലേ. ആ ഒരു ശക്തി ഇല്ലാതെ നമുക്ക് ഒന്നും, ഞാനീ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പോലും പറ്റുന്നുണ്ട് എങ്കിൽ അത് ആ കാരണ ശരീരത്തിൻ്റെ ശക്തിയാണ്. അതായത് സാക്ഷാൽ പരബ്രഹ്മ ശക്തിയായ ജീവാത്മാവിൻ്റെ ശക്തി കൊണ്ടാണ് നമ്മളത് കേൾക്കുന്നത്. ആ ഒരു തിരിച്ചറിവാണ് നമ്മളിലേക്ക് എത്തിക്കാൻ ഭഗവാൻ ശ്രമിക്കുന്നത്.
അപ്പോൾ ഈ സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇന്നേ വരെ ജന്മാന്തരങ്ങളായി നമ്മൾ ചെയ്തു പോകുന്ന സർവ്വകർമ്മങ്ങളുടെയും ഫലങ്ങൾ അല്ലേ, നമ്മളുടെ ചിന്തകൾ, നമ്മളുടെ പ്രവൃത്തികൾ, സംസ്കാരങ്ങൾ എല്ലാം ഒരു വാസനാരൂപത്തിൽ ഈ സൂക്ഷ്മ ശരീരത്തിൽ എന്താണ് സഞ്ചിതമാക്കിയിരിക്കുകയാണ്. നമുക്കറിയാം ബ്രഹ്മവിദ്യ പഞ്ചകത്തിൽ ഭഗവാൻ ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ്? നമ്മൾ 3 കർമ്മങ്ങൾക്ക് ബാധ്യതയുണ്ട്. എന്തൊക്കെയാണ്? ആഗാമി, സഞ്ചിതം, പ്രാരബ്ധം അല്ലേ. നമുക്കറിയാം നമ്മുടെ ഈ ശരീരം എന്താണ്? കഴിഞ്ഞ ജന്മങ്ങൾ ചെയ്ത കർമ്മഫലമാകുന്ന പ്രാരബ്ധത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഈ ശരീരം, ഈ അച്ഛനും അമ്മയും, ഈ ഭാര്യ, ഈ ഭർത്താവ്, ഈ മക്കൾ, ഇതെല്ലാം നമ്മളുടെ കഴിഞ്ഞ ജന്മ പ്രാരബ്ധത്തിൻ്റെ ഫലങ്ങളാണ്. അതെല്ലാം നമ്മൾ അനുഭവിച്ചേ പറ്റൂ. പക്ഷെ നമ്മുടെ വഴി എപ്പോഴും എങ്ങോട്ടേക്ക് പോളതാണ്? പരമാത്മാവിലേക്കുള്ള വഴിയാണെന്നുള്ള കാര്യം മറന്നാണ് നമ്മൾ ഓരോന്നും ചെയ്യുന്നത്. കാരണം എന്താണ്? അതിനെക്കുറിച്ചുള്ള അറിവ് നമുക്കില്ല. അപ്പം സൂക്ഷ്മ ശരീരത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശേഖരിച്ച് വെക്കേണ്ടത്? അത് നല്ലതാകണോ ചീത്തയാകണോ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു, സ്ഥൂല ശരീരം നമ്മൾ മരണസമയത്ത് എന്ത് ചെയ്യുന്നു? പെട്ടെന്ന് തന്നെ, അതായത് മരിച്ചാലുടൻ ദഹിപ്പിക്കണം എന്നാണ് ഭഗവാൻ പറയുന്നത്. എന്നാൽ സൂക്ഷ്മ ശരീരത്തിൻ്റെ നാശം അതത്ര പെട്ടെന്ന് നടക്കില്ല. കാരണം സ്ഥൂല ശരീരത്തിൽ നിന്നും ഈ സൂക്ഷ്മ ശരീരത്തിൻ്റെ വേർപെടലാണ് ശരിക്കും എന്ത്? മരണം എന്ന് പറയുന്നത്. ശരിക്കും നമ്മളൊരു ഡ്രസ്സ് മാറിയിടുന്ന അതേ ഒരു ആറ്റിറ്റ്യൂഡ്, അതാണ് മരണം. പക്ഷേ ഇതിന് ഏറ്റവും ഒരു എക്സാമ്പിൾ ഞാനിപ്പോൾ പറയാം. കാരണം എന്താണ്? നമ്മുടെ എല്ലാ കൈകളിലും മൊബൈലുണ്ട്. ഇപ്പം നിലവിൽ നമ്മളുടെ കയ്യിലിരിക്കുന്ന ഒരു മൊബൈലിന് ഒരു ഡാമേജ് സംഭവിച്ചു. നമ്മൾ എന്ത് ചെയ്യും? ആ മൊബൈൽ എടുത്ത് മാറ്റി വെച്ചിട്ട് അതിനകത്തെ സിമ്മ് നമ്മൾ ഊരിയെടുക്കും അല്ലേ. ആ സിമ്മിൽ എന്തൊക്കെയാണ് കാര്യങ്ങളുള്ളത്? നമ്മൾ ഇതുവരെ റെക്കോർഡ് ചെയ്യപ്പെട്ട, നമ്മൾ സേവ് ചെയ്യപ്പെട്ട സർവരുടെയും ഫോൺ നമ്പറുകളും വീഡിയോസും എല്ലാം ആ സിമ്മിലുണ്ട്. അപ്പോൾ ആ സിമ്മ് നമ്മൾ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ പഴയ ഫോണിനെ കളയുന്നു. അതിനെ നമുക്ക് മരണമായിട്ട് കാണിക്കാം. ഇനി ഈ സിം എടുത്ത് നമ്മൾ പുതിയൊരു ഫോണിലേക്ക് ഇടുന്നു. അതിനെ എന്താക്കാം? ജനനമായിട്ടും കരുതാം അല്ലേ. കാരണം നമ്മൾ ഓർക്കുക, നമ്മുടെ സൂക്ഷ്മ ശരീരത്തിലുള്ള ആ കാര്യങ്ങളെല്ലാം കൊണ്ടാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ യാത്രയാണ് ശരിക്കും പറഞ്ഞാൽ ഈ സൂക്ഷ്മ ശരീരത്തിലെ ഈ വാസനകളുമായി നമ്മൾ യാത്ര ചെയ്യുകയാണ്. അതാണ് വഴി എന്ന് പറയുന്നത്. ഒരു വഴിയെ യാത്ര ചെയ്യുകയാണ്. എന്തിനു വേണ്ടി? അടുത്ത ഒരു അച്ഛനെയും അമ്മയെയും തേടിയുള്ള യാത്രയാണ്. അത് മനുഷ്യ ശരീരം ആകണമെന്നുള്ളതിന് യാതൊരു നിർബന്ധവും ഇല്ല അല്ലേ. ഏതൊരു മനുഷ്യരൂപത്തിലാണോ, മൃഗങ്ങളായിട്ടാണോ, അല്ലെങ്കിൽ സസ്യലതാദികളായിട്ടാണോ, ഇതൊന്നും നമുക്ക് തീരുമാനിക്കാൻ പറ്റത്തില്ല. അതിനൊക്കെ ആരുണ്ട്? നമുക്കറിയാം, ഈ പ്രപഞ്ചത്തിനൊരു നിയമമുണ്ട്, ഒരു നിയാമകനുണ്ട് അല്ലേ, ഒരു അഡ്മിനിസ്ട്രേറ്റർ അല്ലേ. ആ അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ ആ നിയാമകൻ്റെ തീരുമാനമനുസരിച്ച് മാത്രമേ നമുക്ക് പുതിയൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. അത് ഭഗവാൻ എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? അല്ലെങ്കിൽ ഈ നിയാമകനത് എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? ഇതുവരെ നമ്മൾ ചെയ്തു വെച്ച കർമ്മഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മളൊരു കർമ്മം ചെയ്താൽ അത് ആ സെക്കൻഡിനുള്ളിൽ അതെവിടെ ചെയ്യും? നമ്മുടെ സഞ്ചിത കർമ്മത്തിലേക്ക് റെക്കോർഡഡ് ആകും അല്ലേ. നമ്മൾ ആഗാമി കർമ്മങ്ങൾ, ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളെയാണ് ആഗാമി എന്ന് പറയുന്നത്. നമ്മളൊരു കർമ്മം ചെയ്താൽ അടുത്ത സെക്കൻഡുകൾക്കുള്ളിൽ അതെവിടെ ശേഖരിക്കപ്പെടും? റെക്കോർഡ് ചെയ്യപ്പെടും. ഈ സഞ്ചിത കർമ്മത്തിൽ റെക്കോർഡ് ചെയ്യപ്പെടും. അപ്പം നമ്മൾ ശ്രദ്ധിക്കണ്ടേ, നമ്മൾ ഓരോ നിമിഷവും ചെയ്യുന്ന കർമ്മങ്ങൾ എങ്ങനെയായിരിക്കണം, നമ്മുടെ വാക്കുകൾ, പ്രവൃത്തികൾ, ചിന്തകൾ, ഇതൊക്കെ എങ്ങനെയായിരിക്കണം എന്നുള്ളത് നമുക്ക് കൃത്യമായ അറിവുണ്ടാവണ്ടേ. ഈ അറിവ് നമുക്ക് ആരിൽ നിന്നാണ് കിട്ടുന്നത്? ഭഗവാൻ ശ്രീനാരായണ ഗുരുവിൽ നിന്നും. അതാണ് ഒരു ഗുരുവിൻ്റെ മഹത്വം അല്ലേ. നമ്മുടെ ഗുരുവിൻ്റെ മഹത്വം എന്താണെന്ന് നമുക്ക് പറയേണ്ടതില്ലല്ലോ. 72 വർഷക്കാലം നമ്മളോടൊപ്പം സശരീരനായി ഇവിടെ ഭഗവാൻ ജീവിച്ചു അല്ലേ. ഭഗവാൻ കാണിച്ചു തന്ന ഒരു മാർഗമുണ്ട്. എന്താണ്? ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനം അല്ലേ. ആ ഒരു വീക്ഷണകോണ് നമുക്കുണ്ടാക്കിയെടുക്കണം, നമ്മൾ ഉണ്ടാക്കണം അല്ലേ. അപ്പോൾ മാത്രമേ നമ്മൾ ഭഗവാന്റെ ആ ഒരു അനുസന്ധാനം ചെയ്യുന്നവനാകുകയുള്ളൂ. അതുപോലെ തന്നെ നമുക്കറിയാം, ഒരു ഗൃഹസ്ഥൻ, ഒരു ബ്രഹ്മചാരി, ഒരു ഭാര്യ, ഒരു ഭർത്താവ്, ഒരു സന്യാസി എങ്ങനെ ജീവിക്കണം അല്ലേ.
അതുപോലെ എത്ര പഞ്ചത്രയങ്ങൾ, പഞ്ചശുദ്ധി, പഞ്ചധർമ്മം, പഞ്ചമഹായജ്ഞങ്ങൾ ഇതൊക്കെ അനുഷ്ഠിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതൊക്കെ എന്തിനു വേണ്ടിയാണെന്ന് ഇപ്പം നമ്മൾ ആലോചിക്കണം. എന്തിനു വേണ്ടിയാണ് ഭഗവാൻ ഇതൊക്കെ നമുക്ക് വേണ്ടി എഴുതി തന്നിരിക്കുന്നത് എന്ന് നമ്മൾ നന്നായിട്ട് ആലോചിക്കണം. അതുപോലെ എത്ര ജന്മം ജനിച്ചാലും നമ്മളുടെ ആ കർമ്മഫലങ്ങൾ തീരാതെ നമ്മളെവിടെ ചെല്ലില്ല, പരമാത്മാവിലേക്ക് ലയിക്കില്ല. അപ്പോൾ ആ കർമ്മഫലങ്ങളെ കുറയ്ക്കാൻ, അതായത് സൽക്കർമ്മങ്ങളാകുന്ന ഫലങ്ങളെ ചെയ്യാനായിട്ടാണ് ഭഗവാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്കായിട്ട് പറഞ്ഞു തന്നിരിക്കുന്നത് അല്ലേ. അതുപോലെ തന്നെ നമുക്കറിയാം ഏകദേശം 63ഓളം കൃതികളുണ്ട് നമുക്ക് അല്ലേ. അതായത് ഭഗവാൻ പറയുന്നുണ്ട്, നാം ശരീരമല്ല അറിവാകുന്നു, അറിവായ നാം എന്താണ്, ശരീരം ഉണ്ടാകുന്നതിന് മുമ്പിലും അറിവായ നാം ഉണ്ടായിരുന്നു. ഇനി ഇതൊക്കെയും ഇല്ലാതെ പോയാലും നാം ഇപ്രകാരം പ്രകാശിച്ചുകൊണ്ട് തന്നെയിരിക്കും അല്ലേ. ഭഗവാൻ ഇന്നും പ്രകാശിച്ചു കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ? ഈ 63ഓളം കൃതികളിലായിട്ട് ഭഗവാൻ ഇന്നും പ്രകാശിച്ചു കൊണ്ട് തന്നെ ഇരിക്കുന്നു അല്ലേ. നമുക്കറിയാം ഭഗവാന്റെ കൃതികളുടെ ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? എല്ലാ കൃതികളും ഏകദേശം ഒരു 10-25ഓളം കൃതികൾ എടുത്ത് നോക്കിയാൽ, ഞാൻ ഈ അടുത്ത നാളിലാണ് അതെടുത്ത് പരിശോധിച്ച് നോക്കിയത്. ശരിക്കും എന്താ, അതായത് അസംഗാനന്ദഗിരി സ്വാമിയുടെ ഒരു വാക്കുകളിൽ നിന്നാണ് കേട്ടോ ഞാനത് നോക്കിയത്. അതായത് പഞ്ചകം, ഷഡ്കം, സ്തവം, നവകം, ദശകം, ശതകം അല്ലേ, ഇങ്ങനെയൊക്കെ പേരുകൾ കൊടുത്ത് അല്ലെങ്കിൽ ഇങ്ങനത്തെ പൂട്ടുകളിട്ട് പൂട്ടി വെച്ചിരിക്കുകയാണ് ഭഗവാന്റെ കൃതികൾ അല്ലേ. അത് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം എന്തുകൊണ്ടാണ് പൂട്ടി വയ്ക്കുന്നത്. നമുക്കറിയാം നമ്മൾ എന്ത് കാര്യങ്ങളാണ് പൂട്ടി വയ്ക്കുന്നത്. ഏറ്റവും വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം നമ്മളെടുത്ത് പൂട്ടി വയ്ക്കും. ഇത് കള്ളന്മാർക്ക് പോലും അറിയാം അല്ലേ. ഒരു കള്ളൻ ഒരു വീട്ടിൽ കയറിയാൽ എവിടെയാണോ പൂട്ടി വെച്ചിരിക്കുന്നത് അത് കുത്തി തുറന്നെടുത്തിട്ടാണ് കള്ളന്മാരെ കയറാറുള്ളൂ അല്ലേ, കയറിയെടുക്കാറുള്ളൂ. അതുകൊണ്ട് ഭഗവാൻ ഈ പൂട്ടി വെച്ചിരിക്കുന്ന കൃതികൾക്കൊക്കെ എന്തോ വിശേഷതകളുണ്ട്, എന്തൊക്കെയോ ശക്തിയുണ്ട് അല്ലേ. നമുക്കറിയാം ഓരോ കൃതികളും ഓരോ ഔഷധങ്ങളാണ്, ഓരോന്നിനുമുള്ള ഔഷധങ്ങളാണ്. സശരീരനായിരുന്ന കാലത്ത് നമുക്കറിയാം ആയിരങ്ങളല്ല ലക്ഷങ്ങളുടെ ദുഃഖ ദുരിതങ്ങൾ അകറ്റിയ ഭഗവാന്റെ ആ സശരീരത്തെ വിട്ടതിന് ശേഷവും നമുക്ക് ഈ ഭൂമിയിൽ ഒന്നിനും ഒരു കുറവും വരാതെ, ഒരു ഔഷധങ്ങൾക്കും മറ്റെങ്ങും തേടി പോകാതെ ഭഗവാൻ തൻ്റെ കൃതികളിലൂടെ നമുക്കത് തന്നിരിക്കുകയാണ്. ആ കൃതികളെ അനുസന്ധാനം ചെയ്യുക, അതിനെ പഠിക്കുക. ആ പൂട്ട് നമുക്ക് തുറക്കണമെങ്കിൽ അത് അത്ര എളുപ്പമൊന്നുമല്ല. അതിന് നമുക്ക് ചില യോഗ്യതകൾ വേണം. ആ യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് ഭഗവാൻ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മാർഗത്തിലൂടെ നമ്മളെ ചലിപ്പിക്കുക. അതുകൊണ്ടാണ് കുമാരനാശാനും ഭഗവാൻ തന്നെ പറഞ്ഞത്, നേരാം വഴി കാട്ടണം, നേരാം വഴി കാട്ടും ഗുരുവല്ലോ പരദൈവം എന്ന് കുമാരനാശാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതായിരിക്കാം അല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു മാർഗത്തിലൂടെ ചരിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ. അതായത് ഈ ചിങ്ങം 1 മുതൽ കന്നി 9 വരെ നമ്മളെടുക്കുന്ന വ്രതാനുഷ്ഠാനങ്ങൾ. ഇവിടെ വ്രതാനുഷ്ഠാനം എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയട്ടെ. വ്രതം എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളോർക്കും മത്സ്യമാംസാദികൾ കഴിക്കാതിരിക്കുക, ഒരിക്കലുമല്ല കേട്ടോ. മത്സ്യമാംസാദികൾ കഴിക്കാതിരുന്നത് കൊണ്ട് മാത്രം നമ്മൾ വ്രതാനുഷ്ഠാനികളാകില്ല. കാരണം എന്താണ്, ഭഗവാൻ പറഞ്ഞു തന്ന പഞ്ചത്രയങ്ങളും കൂടി അനുഷ്ഠിക്കുമ്പോൾ മാത്രമേ നമ്മൾ എന്താകുന്നുള്ളൂ, ശരിയായ വ്രതാനുഷ്ഠാനത്തിലൂടെ കടന്നു പോകാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ ഭഗവാന്റെ ആ മാർഗത്തിലൂടെ, ഭഗവാൻ ഈശ്വരനാണ്, ഗുരുവാണ്, അവതാരമാണെന്ന് ഇപ്പം മനസ്സിലായില്ലേ. അങ്ങനെയുള്ള ഭഗവാനെ അനുസന്ധാനം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഈ 41 ദിവസത്തോളം വരുന്ന ഈ വ്രതാനുഷ്ഠാന കാലത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. അപ്പം അതിനായിട്ട് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ഞാൻ എൻ്റെ ഭഗവാന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഇങ്ങനെയൊരു അവസരം, ഇത് നമ്മുടെ കോട്ടയം യൂണിയനും സൈബർ സേനയും ഒന്നിച്ച് ചേർന്ന് സംഘടിപ്പിക്കുന്ന ഈ 41 ദിവസത്തെ ഈ പ്രസംഗ പരമ്പരയിൽ, ഈ പ്രഭാഷണ പരമ്പരയിൽ എനിക്കും ഒരു ഭാഗവാക്കാകാൻ കഴിഞ്ഞതിൽ അതിനോടുള്ള നന്ദി നമ്മുടെ ബിബിഷാനോടും അതുപോലെ സൈബർ സേനയോടും കോട്ടയം യൂണിയനോടും ഞാൻ എൻ്റെ നന്ദിയും ഇതേ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാനിവിടെ നിർത്തുന്നു. ഓം ശ്രീനാരായണ ഗുരു അർപ്പണമസ്തു. ഓം.